രാവിലെ പതിവ് പോലെ ഉറക്കം എഴുന്നേറ്റോ. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. കാരണം നല്ല മഴയായിരുന്നു കേട്ടോ. എന്തോ ഇപ്പം ട്രിവാൻഡ്രത്ത് ഭയങ്കര മഴയാണ്. 2-3 ദിവസമായിട്ട് നന്നായിട്ട് മഴയുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് കേട്ടോ. അതുകൊണ്ട് പിന്നെ കാപ്പിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു. അത് കുടിച്ചിട്ട് ജോലി ചെയ്യാമെന്ന് വെച്ച്. കാപ്പി ഉണ്ടാക്കിയാലും ഞാനും വാപ്പയും മാത്രമേ ഉള്ളൂ. വാപ്പയാണെങ്കിൽ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ കഴിക്കാറില്ല. പിന്നെ എപ്പോഴെങ്കിലും തോന്നുവാണെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാനും അങ്ങ് മടിച്ചുണ്ടാക്കാൻ. അല്ലെങ്കിൽ ദോശയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനും ഉണ്ടാക്കിയില്ല. പിന്നെ പഴങ്കഞ്ഞി കുടിച്ചു കേട്ടോ. നല്ല തലേന്നത്തെ കറിയൊക്കെ കൂട്ടാൻ എന്നിട്ട് പഴങ്കഞ്ഞി കുടിച്ചു. ഇടയ്ക്ക് എനിക്ക് പണി കിട്ടും കേട്ടോ പഴങ്കഞ്ഞി കുടിച്ചാൽ. അതിനൊരു പേടിയുണ്ട്. എനിക്ക് ഛർദിലും വയറിളക്കമൊക്കെ പിടിക്കും. പക്ഷെ അതൊരു രസമല്ലേ, നമ്മളതൊക്കെ ഒരു ത്രില്ലല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും കളിയാക്കാറുണ്ട്. അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്, അങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞ് വാപ്പയോട് എപ്പോഴും ഞാൻ പറഞ്ഞ് ചിരിക്കാറുണ്ട്. പണി കിട്ടുമ്പോൾ നീ പഠിച്ചോളൂ എന്ന് വാപ്പ പറയാറുമുണ്ട്. എന്തായാലും ഞാൻ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ച്, മഴയും കൂടെ അല്ലേ, പിന്നെ പതിയെ കൊണ്ട് ജോലിയൊക്കെ ചെയ്തു കേട്ടോ. അരി അടപ്പിടുന്ന പുറത്താണ്. പിന്നെ ചോറിനുള്ള വെച്ചിട്ട് വെള്ളം വെച്ച് അരി വാപ്പ ഇട്ടോളും കേട്ടോ. പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ച് അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ കറി എന്തെങ്കിലും വെക്കാമെന്ന് വെച്ചു. മീൻ കിട്ടിയില്ല കേട്ടോ. മീൻ മേടിക്കാൻ മഴയായതുകൊണ്ട് പോയില്ല. അപ്പോൾ അത്യാവശ്യം നല്ല പാത്രമൊക്കെ ഉണ്ടായിരുന്നു. നൈറ്റ് എന്ന് ഞാൻ കഴുകി ഒതുക്കുന്നതാണ്. അങ്ങനെ പിന്നെ നൈറ്റ് കഴുകി വെച്ചില്ല ഇന്നലെ. എന്തോ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ കറണ്ടൊന്നും ഇല്ലായിരുന്നു ഇന്നലെ നൈറ്റ്. അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രാവിലെ ആയിട്ട് എല്ലാം പറക്കി ഒതുക്കിയത്. അത് കഴിഞ്ഞപ്പോഴത്തേന് പൂപ്പിയെ കാണുന്നേ ഇല്ല. ഞാൻ ഉറക്കം എഴുന്നേറ്റ് കയറി വരുമ്പോൾ തന്നെ പൂപ്പി ഭയങ്കര ചാട്ടം കേട്ടോ. പൂപ്പിയെ കാണുന്നേ ഇല്ല. എനിക്ക് കുറേ നാളായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു പട്ടിക്കുഞ്ഞിനെ പൂച്ചക്കുഞ്ഞിനെ വേണമെന്ന്. വാപ്പയ്ക്ക് പൂച്ചക്കുഞ്ഞും എനിക്ക് പട്ടിക്കുഞ്ഞുമായിരുന്നു. പൂച്ചക്കുഞ്ഞിനെ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അത് കടിക്കുമെന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട് പൂച്ച കയറി കടിച്ചിട്ട്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര പേടിയാണ്. പൂച്ച നൊന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കടിക്കും. പക്ഷേ പട്ടിക്കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല, നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെ ഉപദ്രവിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കെന്തോ അതിനോട് താല്പര്യം തോന്നിയിട്ട് ഞാനൊരു പൂപ്പിയെ മേടിച്ചു. എൻ്റെ ഒരു ശുണ്ടാപ്പി. ഭയങ്കര സ്നേഹം കേട്ടോ. നമ്മുടെ അടുത്ത് നിന്ന് മാറത്തില്ല. അടുക്കളയിലോട്ട് വാപ്പ പോകാൻ വേണ്ടിയിട്ടാണ് വാപ്പയെ കിടന്ന് വിളിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ വാപ്പ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പലഹാരം വാപ്പ കൊടുക്കുമെന്നറിയാം. അതിന് വേണ്ടിയിട്ട് പാപ്പത്തിന് വേണ്ടിയിട്ടാണ് കിടന്ന് വിളിക്കുന്നത്. പാത്രം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ അപ്പം കടിച്ചെടുത്തുകൊണ്ട് വരും കേട്ടോ, അവന് കഴിക്കാനുള്ള പാത്രം. അപ്പോൾ വാപ്പ കാല് നീട്ടിയിട്ട് വാപ്പയുടെ മടി വന്നിരിക്കും. ഞാൻ കാല് നീട്ടിയിട്ട് എൻ്റെ മടിയിൽ വന്നിരിക്കും. ഇതൊക്കെയാണ് വികൃതി. ഭയങ്കര ചവിട്ടിയൊക്കെ കടിച്ച് വലിച്ചുകൊണ്ട് നടക്കും കേട്ടോ. ഭയങ്കര ചാട്ടക്കാരിയാണ്. അതുകൊണ്ട് സമയം ഇപ്പം പെട്ടെന്ന് പോകും കേട്ടോ. ഇഷ്ടം. എൻ്റെ വാപ്പയുടെ കൂടെ എപ്പോഴും ചാട്ടവും കളിയൊക്കെയാണ്. വാപ്പയോട് ഭയങ്കര സ്നേഹം കേട്ടോ. ഞാൻ കാല് നീട്ടിയിട്ട് എൻ്റെ അടുത്ത് വരും. ഇതാണ് ഇവളുടെ അഹങ്കാരം. അടുത്ത വീഡിയോ പൂപ്പിയായിട്ട് കാണാൻ. ടാറ്റ ബൈ ബൈ, സീ യു ഉമ്മ.